നിലപാട് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശ് ദിലീപിനെ ചാരി ഇന്നലെ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്ന വിഭാഗം, ആ വിഭാഗം ഇപ്പോഴും പാർട്ടിയിൽ ശക്തമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അടൂർ പ്രകാശ് ദിലീപിനെ ചാരി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ബാറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അതാണ് കൃത്യമായ അതിന്റെ രാഷ്ട്രീയം. അടൂർ പ്രകാശിനെ നിങ്ങൾ ചെറിയ നേതാവായി കാണണ്ട. അദ്ദേഹം പത്തനംതിട്ടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്. ആ നാട്ടിൽ നിന്ന് തന്നെയാണെന്നേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും വരുന്നത്. നോക്കൂ, അടൂർ പ്രകാശ് 2019 ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ അദ്ദേഹം കോന്നി MLA ആയിരുന്നു. കോന്നി MLA സ്ഥാനം രാജിവെച്ച് ഈ പറയുന്ന ആറ്റിങ്ങിൽ നിന്ന് MP ആയപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തോട് ഈ പറയുന്ന അടൂർ പ്രകാശ് ഒരു സജഷൻ വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സജഷൻ എന്ന് പറയുന്ന അക്കാലത്ത് റോബിൻ പീറ്റർ ആയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്ത് P. മോഹൻരാജ് എന്ന് പറഞ്ഞ ഒരാളെയാണ് കോന്നിയിൽ മത്സരിപ്പിച്ചത്. അവിടെ തമ്മിൽ തല്ലി അവസാനം ആ മണ്ഡലം എന്ന് പറയുന്നത് കോന്നി ശരിക്കും പറഞ്ഞാൽ പാരമ്പര്യമായ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. ആ മണ്ഡലം ജനീഷ് കുമാർ വിജയിച്ചു, CPM-ന്റെ കയ്യിലായി. 2021 അടൂർ പ്രകാശ് നിർദ്ദേശിച്ച റോബിൻ പീറ്ററെ തന്നെ വീണ്ടും കോൺഗ്രസ് മത്സര രംഗത്തിനിറക്കി. അപ്പൊ മോഹൻരാജ് വിഭാഗം കാലുവാരി. അങ്ങനെ യഥാർത്ഥത്തിൽ കോന്നി എന്നൊരു മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് അടൂർ പ്രകാശ്. അവിടെ ഇപ്പോൾ ഈ പറയുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വിവാദമായിട്ടുണ്ടല്ലോ. ആ സ്ഥാനാർത്ഥിയുടെ പേരെന്താണ്? ഫെനി നൈനാൻ എന്നാണല്ലോ. ആ ഫെനി നൈനാൻ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന മറ്റൊരു ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടം പ്രതിയായ ഒരു ബലാത്സംഗ കേസിലെ കൂട്ടുപ്രതിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ ഫെനി നൈനാനെ നമുക്കറിയാമല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഒരു നീലപ്പെട്ടി വിവാദമുണ്ടായിരുന്നു. ആ നീലപ്പെട്ടിയുമായിട്ട് ആ ഹോട്ടലിലേക്ക് വന്നിട്ടുള്ളത് ഫെനി നൈനാൻ ആയിരുന്നു. ആ ഫെനി നൈനാൻ എന്ന് പറയുന്ന ആള് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലം കൈയാണ് എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനും നാട്ടുകാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാളാണെന്നേ അടൂർ നഗരസഭയിലെ 8ാം വാർഡില് ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചത്. അത് അടൂർ പ്രകാശിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന വിഭാഗത്തിനും ഇപ്പോഴും ആ പാർട്ടിയിൽ വലിയ ക്ലൗട്ട് ഉണ്ട്, സ്വാധീനമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ഫെനി നൈനാൻ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന അടൂർ പ്രകാശ് യഥാർത്ഥത്തിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് ദിലീപിനെ ന്യായീകരിക്കായിരുന്നില്ല, ദിലീപിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കായിരുന്നില്ല. മറിച്ച് ദിലീപിനുണ്ടായ വിധി നാളെ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെയും കാത്തിരിക്കുന്നുണ്ടാകാം. അത് കണക്കിലെടുക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ നടപടിക്കെതിരെ വലിയ മുറുമുറുപ്പ് കോൺഗ്രസിനകത്തുണ്ട്. ആ മുറുമുറുപ്പിനെയാണ് യഥാർത്ഥത്തിൽ ദിലീപിന് അനുകൂലമായ പ്രസ്താവന നടത്തുന്നത് വഴി ഈ പറയുന്ന അടൂർ പ്രകാശ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എപ്പോഴാണ് ആ പ്രസ്താവന നടത്തിയത്? 1ാം ഘട്ട വോട്ടെടുപ്പാണ് നടന്നത് ഇന്നലെ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 7 ജില്ലകൾ, തെക്കൻ ജില്ലകൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമാണ്. UDF-ന്റെ കൺവീനർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 10ഉം 15ഉം വോട്ടുകൾക്കൊക്കെ സാധാരണ പ്രവർത്തകർ വിജയിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേട്ടോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവരുടെ ഭാവിയുടെ ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്ന ഒരു പ്രസ്താവനയാണ് അടൂർ പ്രകാശ് നടത്തിയത്. ചില്ലറക്കാരനൊന്നുമല്ല, അദ്ദേഹം UDF-ന്റെ കൺവീനറാണ്. ആ അർത്ഥത്തിൽ അടൂർ പ്രകാശ് 1ാം ഘട്ട വോട്ടെടുപ്പിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. അത് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും വിട്ടുകളയാൻ കഴിയില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി തന്നെ കോൺഗ്രസ് ആ വിഷയം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ രസകരമായ മറ്റൊരു വിവാദം ഉണ്ടായിരിക്കുകയാണല്ലോ. ആ വിവാദം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിവാദം ശശി തരൂരുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അങ്ങനെയാണല്ലോ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ പുതിയ വിവാദം എന്ന് പറയുന്നത്? HRDS എന്ന് പറയുന്ന ഒരു സംഘടന വീർ സവർക്കറിന്റെ പേരിലുള്ള ഒരു അവാർഡ് ശശി തരൂരിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആരാണ് ഈ HRDS എന്ന് പറയുന്ന സംഘടന? അട്ടപ്പാടിയിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അവർ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകണമെന്നില്ല. പക്ഷെ ഞാൻ മറ്റൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഈ HRDS സംഘടനയാണ് കേട്ടോ ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തത്. സ്വപ്ന സുരേഷിന് ജോലി കൊടുക്കുന്ന വഴിയാണ് ഇങ്ങനൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മലയാളികൾ മനസ്സിലാക്കുന്നത്. പിന്നീട് സ്വപ്ന സുരേഷിനെ അവർ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലൊക്കെ ആദ്യം ഈ സംഘടന ഒരു എന്താ പറയുക നമുക്കിടയിലൊക്കെ അറിയപ്പെടുന്നത് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ജോലി കൊടുത്ത വിവാദത്തിലൂടെ ആയിരുന്നു. അങ്ങനെ ഒരു സംഘടനയെ കുറിച്ച് വളരെ കൃത്യമായി ധാരണയുള്ള ഒരാളായിരിക്കുമല്ലോ ശശി തരൂര്. ഇനിയിപ്പോൾ ആരുടെ പേരിലായി ഈ അവാർഡ് എന്ന് പറയുന്നത്? വീർ സവർക്കറിന്റെ പേരിലാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ HRDS എന്ന് പറയുന്ന സംഘടനയുടെ ധൈര്യം എന്ന് പറയുന്നത്. വീർ സവർക്കറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു അവാർഡ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂരിന് സമ്മാനിക്കാൻ തീരുമാനിക്കുന്ന ആ ജൂറിയുടെ ധൈര്യത്തെ നമ്മൾ ആദ്യം തന്നെ അഭിനന്ദിക്കേണ്ടതുണ്ട്. സവർക്കറുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗൂഢാലോചനയിലെ പ്രതി എന്ന നിലയ്ക്കാണ് സവർക്കറിനെ എപ്പോഴും കോൺഗ്രസ് നേതാക്കൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാളുടെ പേരിലുള്ള അവാർഡ് നൽകാൻ, ശശി തരൂരിന് നൽകാൻ ആ സംഘടന തീരുമാനിക്കുന്നതിന്റെ സാഹചര്യം എന്താ? അപ്പോ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് ധൈര്യം നൽകുന്നത് യഥാർത്ഥത്തിൽ ശശി തരൂര് ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നേ ഏതായാലും ആ സംഘടന ഇന്ന് വന്ന് പറഞ്ഞത്. ആ സംഘടനയുടെ നേതൃത്വം
നടത്തുമെന്ന് പറഞ്ഞത് 1 മാസം മുമ്പ് തന്നെ സവർക്കറുടെ പേരിലുള്ള അവാർഡ് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ച കാര്യം ശശി തരൂരിനെ നേരിട്ട് പോയി അറിയിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം തന്നെ ആ അവാർഡ് നിരസിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം സവർക്കറിന്റെ പേരിലാണ് ആ അവാർഡ്. രണ്ടാമത്തെ കാര്യം ഈ HRDS എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് കുപ്രസിദ്ധമായ സംഘടനയുമാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ സംശയലേശമന്യേ അടുത്ത സെക്കൻഡിൽ നിരാകരിക്കാവുന്ന